വെറും 2000 രൂപയാണ് ഞങ്ങൾക്ക് ട്രക്കിംഗ് യാത്രയ്ക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെക്കേഷന് നിങ്ങൾക്ക് കുട്ടികളിലേക്ക് കൂട്ടിയിട്ട് മൂന്നാർ പോയി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ട്രക്ക് യാത്ര പോകാൻ പറ്റും. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് റൂമിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും ബെറ്ററായിട്ട് നല്ലൊരു അടിപൊളി റൂം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബാൽക്കണിയും നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള നല്ല തണുപ്പായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവുക, എന്നിട്ട് വേഗം ഒന്ന് ഉറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ഉള്ളൊരു പ്ലേസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെറും 2000 രൂപക്കാണ് ട്രക്ക് യാത്ര. നമുക്ക് പോവേണ്ട എല്ലാ സ്ഥലത്തും ഒരു 4-5 മണിക്കൂർ അവർ നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. അപ്പോൾ ഇതാണ് വ്യൂ വരുന്നത്. നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാത്രി സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ട്രക്ക് യാത്രയ്ക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും കിടന്നുറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. രാവിലെയായി. അപ്പോൾ ഞങ്ങൾ ട്രക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന ടൈമിൽ ഇവർ വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 10 മണിയാണ്. 9 മണിക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടുകാർ തന്നെയാണ് നമുക്ക് ട്രക്കും അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹോഴ്സ് റൈഡാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഹോഴ്സ് റൈഡ് ചെയ്തു. അപ്പോൾ നല്ല രസമായിരുന്നു മക്കൾക്കൊക്കെ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുതിരസവാരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. സ്ട്രോബെറി തോട്ടമാണ് നെക്സ്റ്റ് പ്ലേസ് വരുന്നത്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള സ്ട്രോബെറിയാണ്. നമുക്കിവിടെ തോട്ടത്തിൽ തന്നെ കയറിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയൊക്കെ പറിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ സ്ട്രോബെറിയും വെജിറ്റബിൾസും എല്ലാ ഐറ്റംസും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഏക്കർ കണക്കിന് പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തോട്ടത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വണ്ടി പോകാത്തതുകൊണ്ട് വണ്ടി കുറച്ച് മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല തണലുണ്ട്. പക്ഷേ തോട്ടത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടത്തിലെത്തി. ഇതാണ് നല്ല ഫ്രഷ് സ്ട്രോബെറി പറിച്ച് നമുക്ക് വിശ്വസിച്ചിട്ട് ഡയറക്റ്റ് കഴിക്കാം. ഓർഗാനിക്കാണ്, വിഷമൊന്നും അടിക്കാത്ത സ്ട്രോബെറിയാണ്. പിന്നെ ഇവിടെ ഇവർ സ്ട്രോബെറി വൈന്, സ്ട്രോബെറി ജാം, പിന്നെ ഫ്രഷ് സ്ട്രോബെറി തന്നെ 3-4 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ തോട്ടത്തിൽ തന്നെ ബീട്രൂട്ട്, ബ്രോക്കോളി, ബീൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൃഷി ചെയ്യുന്നുണ്ട്. ആ ഐറ്റംസുകളൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ള ബ്രോക്കോളിക്കൊന്നും ഒരുപാട് പൈസ കൊടുക്കേണ്ട, വളരെ ചുരുങ്ങിയ പൈസ മതി. അതുപോലെ സ്ട്രോബെറിക്കും ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും ആ തോട്ടത്തിൽ നിന്ന് പറിച്ച് കഴിക്കാം. അതിനുള്ള പെർമിഷൻ ഇവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ നല്ല തണുപ്പായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി ഉണ്ട് കേട്ടോ. പക്ഷേ ചിലതിലൊക്കെ ഇവർ പറിച്ച് കഴിഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ലത് ഉള്ള ഭാഗത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ പറിച്ച് കഴിച്ചു. പിന്നെ ആവശ്യത്തിന് നമ്മൾ സ്ട്രോബെറിയും ജാമും വൈനും പിന്നെ മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാവർക്കും വന്ന് ആസ്വദിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. വളരെ നല്ല ഭംഗിയുള്ള പ്ലേസാണ്, നല്ല തണുപ്പുമാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ ഏറ്റവും കൂടുതൽ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പക്ഷേ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പാണ്. ഇവരിവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി മൂന്നാറിൽ ട്രക്ക് യാത്രയ്ക്ക് വരിക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ 2000 രൂപയാണ് ഞങ്ങൾക്ക് ട്രക്ക് യാത്രക്ക് ചിലവായിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ആൾക്കാർ തന്നെ നമുക്ക് ട്രക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ 2000-ൻ്റേത് മതിയെന്ന് നമ്മളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ.